നമസ്കാരം. ഭൂമിശാസ്ത്രപരമായ നിഗൂഢതകൾക്കും അമാനുഷിക കഥകൾക്കും പേരുകേട്ടതാണ് ബെർമുഡ ട്രയാങ്കിൾ. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണിത്. ബെർമുഡ, പോർട്ടോറിക്കോ, ഫ്ലോറിഡ മുനമ്പ് എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയിട്ടുള്ള സാങ്കല്പിക ത്രികോണത്തിനുള്ളിലെ പ്രദേശമാണ് ഇപ്രകാരം അറിയപ്പെടുന്നത്. ഏതാണ്ട് 3,90,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന്. ഇവിടെ പല കപ്പലുകളും വിമാനങ്ങളും നിഗൂഢ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. കഴിഞ്ഞ 100 വർഷത്തിനിടയ്ക്ക് ഏകദേശം 1000-ഓളം ജീവനുകൾ ബെർമുഡ ത്രികോണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കുന്ന പുതിയൊരു കണ്ടെത്തൽ നടന്നിരിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ശാസ്ത്രജ്ഞരെ കുഴപ്പിച്ചിരുന്ന ബെർമുഡയുടെ സവിശേഷമായ ഭൂപ്രകൃതിക്ക് പിന്നിലെ രഹസ്യം തേടിയുള്ള യാത്രയിൽ സമുദ്രത്തിനടിയിൽ മുൻപ് തിരിച്ചറിയപ്പെടാത്ത ഒരു ഭീമാകാരമായ ശിലാപാളി ഗവേഷകർ കണ്ടെത്തി. യേൽ സർവകലാശാലയിലെ പ്രൊഫസർ ജെഫ്രി പാർക്കിൻ്റെയും കാർണഗി സയൻസിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞൻ ഡോക്ടർ വില്യം ഫ്രേസറുടെയും നേതൃത്വത്തിൽ നടന്ന പഠനമാണ് ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള നിലവിലുള്ള പല ധാരണകളെയും തിരുത്തിക്കുറിക്കുന്നത്. സമുദ്രത്തിനടിയിലെ ഭൂവൽക്കത്തിന് താഴെയായി കണ്ടെത്തിയ ഈ സവിശേഷ ഘടന ബെർമുഡ ദ്വീപ് ഇന്നും സമുദ്രനിരപ്പിന് മുകളിൽ തലയുയർത്തി നിൽക്കുന്നതിൻ്റെ ശാസ്ത്രീയമായ കാരണം വ്യക്തമാക്കുന്നു. ബെർമുഡയിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഭൂകമ്പ തരംഗങ്ങൾ വിശകലനം ചെയ്താണ് ഗവേഷകർ ഈ കണ്ടെത്തലിലേക്ക് എത്തിയത്. 100 കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങളിൽ നിന്നുണ്ടായ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ച തരംഗങ്ങൾ ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചതിലൂടെ ഏകദേശം 50 കിലോമീറ്റർ ആഴത്തിലുള്ള ഭൂഗർഭ ചിത്രങ്ങൾ നിർമ്മിക്കുവാൻ ഇവർക്ക് സാധിച്ചു. ഈ പഠനത്തിലാണ് ബെർമുഡയുടെ സമുദ്ര ഭൂവൽക്കത്തിന് താഴെയായി ഏകദേശം 20 കിലോമീറ്റർ കനമുള്ള ഒരു വലിയ ശിലാപാളി നിലനിൽക്കുന്നതായി കണ്ടെത്തിയത്. സാധാരണഗതിയിൽ സമുദ്രത്തിനടിയിലുള്ള ദ്വീപുകളുടെ താഴെ കാണപ്പെടുന്ന ശിലാപാളികളുടെ ഇരട്ടിയിലധികം കനമാണ് ഇതിനുള്ളത് എന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ശിലാപാളിയുടെ പ്രത്യേക ഘടനയും ഭാരക്കുറവുമാണ് സമുദ്രത്തിനടിയിലെ ഉയർന്ന ഭാഗങ്ങളെ താങ്ങി നിർത്തുവാൻ സഹായിക്കുന്നത് എന്നാണ് നിഗമനം. സാധാരണയായി ഹവായ് പോലെയുള്ള ദ്വീപ് ശൃംഖലകൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും ഹോട്ട്സ്പോട്ടുകളുടെയും ഫലമായാണ് രൂപപ്പെടുന്നത്. എന്നാൽ ബെർമുഡയിൽ കഴിഞ്ഞ 3.1 കോടി വർഷങ്ങളായി യാതൊരുവിധ അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. എങ്കിലും ബെർമുഡയുടെ അടിത്തട്ട് ചുറ്റുമുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ 500 മീറ്റർ ഉയർന്നു നിൽക്കുന്നു. അഗ്നിപർവ്വത പ്രവർത്തനം നിലച്ചാൽ കാലക്രമേണ ഇത്തരം പ്രദേശങ്ങൾ താഴുകയാണ് പതിവ്. എന്നാൽ ബെർമുഡ ഇന്നും ഉയർന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ കണ്ടെത്തിയ ഈ നിഗൂഢ ശിലാപാളിയാണെന്ന് ഗവേഷകർ കരുതുന്നു. ഒരുതരം പ്ലവക്ഷമ ബലം നൽകിക്കൊണ്ട് ഈ ശിലാപാളി മുകളിലത്തെ ഭൂവൽക്കത്തെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത്. 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാൻജിയ എന്ന വൻകര വിഭജിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ സവിശേഷമായ ഭൗമപ്രവർത്തനങ്ങളുടെ അവശിഷ്ടമാകാം ഇതെന്ന് ചില ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. ഈ കണ്ടെത്തൽ ബെർമുഡ ട്രയാങ്കിളിനെ സംബന്ധിച്ച വിമാനാപകടങ്ങളുടെയോ കപ്പൽ കാണാതാകുന്നതിൻ്റെയോ നിഗൂഢതകൾക്ക് നേരിട്ടുള്ള മറുപടി നൽകുന്നില്ല എങ്കിലും ആ പ്രദേശത്തിൻ്റെ സവിശേഷമായ ഭൂമിശാസ്ത്ര ഘടനയിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഭൂമിയുടെ ആഴത്തിലുള്ള മാൻറ്റിൽ ഭാഗത്തു നിന്നുള്ള ലാവയുടെ സവിശേഷമായ രാസഘടനയും ഇവിടുത്തെ പ്രത്യേകതയാണ്. അഗ്നിപർവ്വതങ്ങൾ സജീവമായിരുന്ന കാലത്ത് രൂപപ്പെട്ട ഈ ശിലാപാളികൾ ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് ഭൂമിയുടെ പരിണാമ ചരിത്രത്തിലെ അപൂർവമായ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. സമാനമായ ഘടനകൾ ലോകത്തിലെ മറ്റ് സമുദ്രദ്വീപുകളിൽ താഴെ ഉണ്ടോ എന്നത് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ ഇപ്പോൾ. ഭൂമിയുടെ ടെക്ടോണിക് ചരിത്രത്തെയും അഗ്നിപർവ്വത പ്രക്രിയകളെയും കുറിച്ചുള്ള പുതിയ അറിവുകളിലേക്ക് ഈ പഠനം വഴി തുറക്കുന്നു. ജനറൽ ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന ജേണലിലാണ് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.